നിത്യചൈതന്യയതി ഓർമ്മയായിട്ട് ഇന്നേക്ക് കാൽ നൂറ്റാണ്ട്. വിശ്വാസങ്ങളെക്കാൾ ശാസ്ത്രത്തെ പുണർന്ന നിത്യചൈതന്യയതിയുടെ ഓർമ്മകൾക്ക് മതനിരപേക്ഷത വെല്ലുവിളി നേരിടുന്ന ഇക്കാലത്ത് വലിയ പ്രസക്തിയുണ്ട്. ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര. മനുഷ്യർക്കിടയിലെ വിവേചനങ്ങൾ തകർത്ത് സ്നേഹവും ഭക്തിയും വിശ്വാസവും തമ്മിലുള്ള അകലം കുറച്ച ആധുനിക സന്യാസി വര്യനായിരുന്നു ഗുരു നിത്യചൈതന്യയതി. നിത്യ എന്നത് ഒരു പേര് മാത്രമായിരുന്നില്ല, മലയാളിക്ക് അതൊരു പഠന കേന്ദ്രവുമാണ്. നിത്യതയോടെ ഓരോ ഹൃദയങ്ങളിലും ജീവിക്കുന്ന പ്രതിഭ. ഗീതയും ബൈബിളും ഖുറാനും ഹൃദിസ്ഥമാക്കിയ അറിവിന്റെ ലോകം. പ്രകൃതിയെ പാഠപുസ്തകമാക്കി ജീവിതത്തെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത അനശ്വരൻ. പാരമ്പര്യത്തിന്റെയും ഭക്തിയുടെയും ഭാഷയ്ക്കപ്പുറം എഴുത്തുകളിലൂടെ ജീവിതത്തിന്റെ യഥാർത്ഥ ശൈലികളെ സമന്വയിപ്പിച്ച് മനുഷ്യരെ എഴുത്തിൽ ചേർത്ത് നിർത്തിയ വ്യക്തി. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ നടരാജഗുരുവിന്റെ ശിഷ്യനായിരുന്നു നിത്യ. സന്യാസം എന്നതിനെ ആധ്യാത്മവിചാരത്തിന്റെയും ജ്ഞാനാത്മചിന്തയുടെയും അടഞ്ഞ ഒരു ലോകമായി ചുരുങ്ങിപ്പോവാതെ ചുറ്റുമുള്ള മനുഷ്യരോട് കാണിക്കേണ്ട കരുണയും കരുതലും കാണിച്ച് സാമൂഹികമായ ഒരു വലിയ മൂല്യമായി അതിനെ സമൂഹത്തിലെത്തിക്കാൻ യതിക്ക് സാധിച്ചു. ഏതെങ്കിലും ഒരു വിജ്ഞാനശാഖയ്ക്കുള്ളിൽ തളം കെട്ടി നിൽക്കാൻ യതിക്ക് സാധിക്കുമായിരുന്നില്ല. അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും കൂടിച്ചേരലിൽ സമൂഹത്തോടുള്ള ഒരുപാട് ചോദ്യങ്ങളായിരുന്നു യതിയുടെ ജീവിതം. പറയുന്ന വാക്കുകളെ അക്ഷരങ്ങളാക്കിയ നിത്യ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 100ഓളം പുസ്തകങ്ങൾ രചിച്ചു. 1999 മെയ് 14 ഊട്ടിയിലെ ആശ്രമത്തിൽ സമാധി അടയുന്നതുവരെ അക്ഷരങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒരു വലിയ സമൂഹത്തിനെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും വഴികളിലൂടെ സഞ്ചരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പറയുന്ന വാക്കുകളിലൂടെ ജീവിതം കാണിച്ചു തന്ന ഗുരുവിനെ ഓർക്കാതെ ഈ മെയ് 14 കടന്നുപോകില്ല. ശ്രീനിധി പ്രദീപ്, കൈരളി ന്യൂസ്.